എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി നമ്മുടെ അടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടല്ലേ. നമ്മൾ പണ്ടൊക്കെ നല്ല മഴ പെയ്തിട്ട് തണുത്തിട്ടിരിക്കുമ്പോൾ രാവിലെ തന്നെ അടുപ്പിൻ്റെ ചുവട്ടിൽ വന്നിരിക്കും. നല്ല സുഖമാണ് അങ്ങനെ ഇരിക്കാനായിട്ട്. പക്ഷേ ഇതിൻ്റെ അടുത്തിരിക്കാൻ അത്രയ്ക്ക് സുഖമില്ല കേട്ടോ. കാരണം നമ്മുടെ മറ്റേ വിറകടുപ്പിൽ നല്ലോണം ചൂട് പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചൂട് കിട്ടും. പക്ഷേ ഈ അടുപ്പിൽ പുറത്തേക്ക് അങ്ങനെ യാതൊരു വിധ ചൂടും എടുക്കില്ല. ഒരു നിലയ്ക്ക് നല്ലതാണ്. നമുക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതെന്തോ മേശപ്പുറത്ത് വെച്ചിരിക്കണ പോലെ തോന്നുള്ളൂ. നമ്മുടെ മേലേക്കൊന്നും അധികം ചൂടെടുക്കില്ല. പിന്നെ വിറക് കട്ട് ചെയ്യണ കട്ടിങ് മെഷീൻ കാണിക്കും ഒരുപാട് പ്രാവശ്യം. ആ കുട്ടി കമൻറ്റ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞില്ല ഇതുപോലെ നീളത്തിലുള്ള പട്ടിക പോലത്തെ ടൈപ്പ് വിറകാണ് ഞങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നീളം കുറയ്ക്കാൻ അത്രേ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ വിറക് കീറാനായിട്ട് പറ്റില്ല അത്. അപ്പം ഞാനിവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. സേമിയ വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഓൾറെഡി വറുത്തിട്ടുള്ള സേമിയാണ്. എന്നാലും പക്ഷേ ജസ്റ്റ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇടുക. അതിന് മുന്നേ ഞാൻ കടുകും ഉണക്കമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊന്ന് നന്നായിട്ട് വാടി കിട്ടണം. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ആയതുകൊണ്ട് തന്നെ കുറേ അധികം സമയം അങ്ങനെ റോസ്റ്റ് ചെയ്യുകയോ മുന്നേ വറുത്ത് വയ്ക്കുകയോ ചെയ്യേണ്ട. ഞാൻ ഈ ഒരു പരുവത്തിൽ സവോളയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്കാണ് സേമിയ ഇട്ട് കൊടുക്കാറ് കേട്ടോ. പിന്നെ സേമിയയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ് പെട്ടെന്ന് കൂടും. അതായത് കുറച്ച് ഉപ്പ് കൂടിയാൽ തന്നെ നമുക്ക് തീരെ കഴിക്കാൻ പറ്റാത്തൊരു ലെവലിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർക്കുക. എന്താണ് ഇപ്പോൾ സേമിയ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. അതുപോലെ ഒരു ഗ്ലാസ് സേമിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു മെഷറിംഗ് കപ്പ്. അപ്പോൾ നമുക്കൊരു 1.5 കപ്പ്, മാക്സിമം 2 കപ്പ് വെള്ളം, അതിനേക്കാൾ കൂടണ്ട. നമ്മൾ അപ്പുറത്ത് തന്നെ വെള്ളം കുറച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇത് റെഡിയാക്കണ സമയം കൊണ്ട് തന്നെ അപ്പുറത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചത് നല്ലതാണ്. ഞാൻ അപ്പുറത്ത് നിന്ന് ആ പാത്രം എനിക്ക് എടുക്കാൻ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തവി വെച്ചിട്ടാണ് വെള്ളം എടുക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ വെള്ളം ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് കട്ടൻ ചായ ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളയ്ക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് നമുക്ക് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറേശ്ശെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. കുറേ വെള്ളം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ വറ്റിച്ചാലും കാര്യമില്ല. അത് ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാലും ഒന്നിനും കൊള്ളില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായി. അപ്പോൾ ബാക്കി അതിലേക്കുള്ള പഞ്ചസാരയും തേയിലൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞ് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, അതിന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടെന്ന് ഞാൻ പറയാൻ പറ്റുമെന്ന് എനിക്ക് മുഴുവനും എനിക്ക് ധാരണയില്ല. കാരണം എനിക്ക് വളരെ കുറച്ച് കാലത്തെ പരിചയമുള്ളൂ. അത്ര വലിയ ഇൻറ്റിമസി ഒന്നും ഇല്ല. അത് ഞാൻ ഈ സമയത്ത് ഞാൻ തുറന്നു പറയാണ്. ആളെന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ ഈ എച്ചിത്തരം ഇപ്പോഴും മാറിയില്ല അല്ലേ? എച്ചിത്തരം ഇപ്പോഴും മാറിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ടൈലറിങ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ടൈലറിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞോളൂ. ഞാൻ പഴയ ബെഡ്ഷീറ്റൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കഞ്ഞിയൊക്കെ മുക്കി അയൺ ചെയ്ത് നല്ല സ്റ്റൈലാക്കിയിട്ടാണ് ഞാൻ തയ്ച്ച് പഠിക്കാനായിട്ട് കൊണ്ടുപോകാറ്. ആ സമയത്ത് ആൾ നേരെ ഷോപ്പിൽ നിന്ന് റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് അത് വെച്ചാണ് അവൾ തയ്ച്ച് പഠിക്കാറ്. അപ്പോൾ എന്നോട് എപ്പോഴും പറയാറുണ്ട്, ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് തയ്ച്ചുകൂടെ, ഈ എച്ചിത്തരം കാണിക്കുന്നത് എന്തിനാണ്? പക്ഷേ എന്നെ സംബന്ധിച്ച് തയ്ച്ച് പഠിക്കാനായിട്ട് പഴയ ബെഡ്ഷീറ്റോ കോട്ടൻ്റെ എന്തെങ്കിലും പഴയ സംഭവങ്ങൾ കൊണ്ടുവരുന്നതാണ് നമുക്ക് തയ്ച്ച് പഠിക്കാൻ എപ്പോഴും നല്ലത്. അത് കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് ധൈര്യമായി കഴിഞ്ഞാൽ നമുക്ക് നല്ല തുണിയിലൊക്കെ തയ്ക്കാം. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. അതാണ് ആൾ അന്ന് ഉദ്ദേശിച്ചത്. ഇപ്പോൾ പറയണ ചിത്രം എന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർക്ക് സിനിമ കാണാൻ പോയിട്ട് ആ കുട്ടികൾക്ക് ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ അതേപോലെ നീ തിരിച്ചു കൊണ്ടുവന്നു, ഇങ്ങനെയാണോ സിനിമയ്ക്ക് പോവുക സാധാരണ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതിനെ ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന്. കാരണം നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ, ഞങ്ങളിവിടെ രാവിലെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഓട്ടോയിലാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഷോ തുടങ്ങണതിൻ്റെ 5 മിനിറ്റ് മുന്നെയാണ് ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് ടിക്കറ്റ് കിട്ടി നമ്മൾ തിയേറ്ററിനുള്ളിൽ കയറി.
2.5 മണിക്കൂറാണ് സിനിമ. നമ്മൾ വേറെ വലിയ അധ്വാനമൊന്നുമില്ല. കസേരയിൽ AC-യിൽ ചാരിയിരുന്ന് സിനിമ കാണുന്നു, പുറത്തേക്ക് ഇറങ്ങണു. ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ വിശപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴക്കാരും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോരും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വിശക്കാനും ഒരു ഗ്യാപ്പ് വേണ്ടേ? നേരെ മറിച്ച് ഞങ്ങളിപ്പോൾ ഷോപ്പിങ്ങിന് പോവുക അല്ലെങ്കിൽ മക്കളെയും കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പോകാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ കടകളൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് വയ്യാതെ ആകുമ്പോൾ ആ വെയിലത്തൊക്കെ നടക്കുമ്പോൾ നമുക്ക് ക്ഷീണാവും. അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, സിനിമ കണ്ടു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചോളണമെന്ന് നിർബന്ധമാണെന്ന് ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. നമ്മൾക്ക് ആകെ 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. വലിയ അലച്ചിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ആവശ്യം വന്നാൽ പിള്ളേർക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. അതില്ലെന്ന് വെച്ചാൽ ഇത്രയും വലിയ ചിത്തരമൊന്നും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഇടികല്ല് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റായിട്ട് അതിൽ ഉപയോഗിക്കരുതിൽ ഒരുപാട് കരിങ്കല്ലിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ആദ്യം വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം ഒരു ദിവസം ഞാനിങ്ങനെ കഞ്ഞിവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലുള്ള എല്ലാ പൊടികളും അതൊക്കെ കുറേയൊക്കെ കഞ്ഞിവെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. അല്ലാത്തതൊക്കെ ഇങ്ങനെ മട്ട് ഊറിയ പോലെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ല ചകിരി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടോ നന്നായിട്ട് ഉരച്ച് കഴുകിയാൽ കുറേയൊക്കെ പൊടി അതിൽ പോകും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 2 ദിവസം അങ്ങനെ ചെയ്തു. അപ്പോൾ ഓരോ ദിവസം കഞ്ഞിവെള്ളം നമ്മൾ മാറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് 2 ദിവസം നന്നായിട്ട് തേച്ച് കഴുകി 2 ദിവസത്തിന് ശേഷം നമ്മൾ സാധാരണ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. കാരണം ഇനി അതിന്ന് എന്തെങ്കിലും പൊടി ഇറങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും, ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഞാൻ അതിൻ്റെ അകവും പുറവും അതിൻ്റെ കുഴവിയും എല്ലാതും നന്നായിട്ട് തേച്ച് ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരുവിധം പൊടിയൊക്കെ പോയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ദിവസം പ്ലെയിനായിട്ടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ച് ഞാൻ നന്നായി ഉരച്ച് കഴുകി നോക്കിയപ്പോൾ അങ്ങനെ വലിയ പൊടിയൊന്നും അതൊന്ന് പോകാനായിട്ട് കണ്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഇടികല്ലൊക്കെ മേടിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അതിൻ്റെ പൊടിയൊക്കെ പോയിന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ കണ്ടോ, ഞാൻ പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പോൾ അതൊന്ന് അങ്ങനെ കളർ ഇളകി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് വൃത്തിയായതിന് ശേഷം ഞാൻ അതൊന്ന് ഇടിച്ച് വൃത്തിയാക്കി കഴുകിയെടുക്കണം. നമുക്ക് വല്ല വാഴയിലയോ അല്ലെങ്കിൽ ഉണ്ണിപ്പിണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ചതച്ച് ഫസ്റ്റ് പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കളയണതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഞാനത് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ താഴത്ത് ചേട്ടന് പറമ്പുണ്ട്. അപ്പോൾ അവിടെ ചക്കകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കത് പൊട്ടിക്കാൻ വലിയ മെനക്കെടാണ്. താഴത്ത് പാടാണ്. അപ്പോൾ നമ്മൾ ചക്ക വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഉരുണ്ട് പോവും. ഇന്നാൾ ഞാനും ചേട്ടത്തിയമ്മയും കൂടിയിട്ട് 2 പേരും കൂടി അങ്ങ് ചക്ക പൊട്ടിച്ചെടുത്തു. അപ്പോൾ ചക്ക പൊട്ടിക്കാൻ ഈ പറഞ്ഞ പോലെ ചേച്ചിയും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. എന്നിട്ട് അങ്ങനെ അത് എടുത്തു കൊടുത്തു. പക്ഷേ ചക്ക വെട്ടൽ എനിക്കൊരു വലിയ ടാസ്ക്കാണ്. നമ്മുടെ മണിച്ചതായാലും ശോഭന ഡമ്മിക്ക് വെട്ടണ പോലെ കുറേ അറഞ്ചും പുറഞ്ഞും വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചക്ക 2 പീസായിട്ട് കിട്ടുള്ളൂ. പഴുത്ത ചക്ക പിന്നെ കുഴപ്പമില്ല. പഴുത്ത ചക്ക എന്നെ അങ്ങ് വെട്ടിക്കോ, ഞാൻ എന്താ റെഡി എന്ന് പറഞ്ഞ് അങ്ങ് നിന്ന് തരല്ലേ. ഭയങ്കര സോഫ്റ്റാണ് പഴുത്ത ചക്ക വെട്ടിയെടുക്കാനായിട്ട്. ചക്ക വെട്ടാനുള്ള പാട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചടപടയിൽ തന്നെ വേഗം ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ നല്ലോണം മൂപ്പായിട്ടുള്ള ചക്കയല്ല. ഇതൊരു ചക്ക പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കൂടെ പോന്താണ്. അപ്പോൾ അത്രയ്ക്ക് മൂത്തിട്ടില്ല. ഒരു ചള്ള് പോലത്തെ ചക്കയാണ്. അപ്പോൾ അതിൻ്റെ ചക്കക്കുരു എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്, കുഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ആ ചക്കക്കുരു കണ്ടപ്പോൾ എനിക്ക് അത് വെച്ചിട്ടൊരു കറി വെക്കണം എന്ന് തോന്നി. അപ്പോൾ ഇന്നുള്ളത് രണ്ടും നമ്മൾ ചക്കയുടെ ഐറ്റംസാണ്. ഇത് ചക്ക വെച്ചിട്ടുള്ള ഉപ്പേരി. ഇതങ്ങനെ എലിശ്ശേരി ആക്കാനുള്ള ഒരു പരിവല്ല. എലിശ്ശേരി ആക്കണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ ചുളയ്ക്ക് ഒരു തുടം വയ്ക്കുക എന്ന് പറയില്ലേ, കുറച്ചും കൂടി ഒരു തിക്നെസ് വരണം അതിൻ്റെ ചുളയ്ക്ക്. അപ്പോഴാണ് എലിശ്ശേരിയൊക്കെ വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മുന്നേ ചക്ക കിട്ടിയപ്പോൾ ഞാൻ ഒരു എലിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചക്കയ്ക്ക് പിന്നെ തീരെ വേവില്ലല്ലോ, ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് സ്റ്റീം വന്നാൽ തന്നെ ചക്ക വെന്ത് കിട്ടും. പിന്നെ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ചും കൂടി ചൂടുണ്ടാവും. അപ്പം നമ്മൾ ആവി വന്നതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി മറിച്ച് അടച്ചിടുക. അങ്ങനെ അടച്ചിട്ടിട്ട് നമ്മൾ ഉള്ളിയും സംഭവങ്ങളൊക്കെ ശരിയാക്കി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ വേവ് നല്ല കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ ചക്ക കുത്തി കാച്ചൊക്കെ ചെയ്യുമ്പോൾ
വെളുത്തുള്ളി കൂടി ചേർക്കാറുണ്ട്. കാരണം ചക്കയ്ക്ക് എപ്പോഴും അങ്ങനെ ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളി കാച്ചുന്ന സമയത്ത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ടാണ് കാച്ചുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉണക്കമുളക് കുത്തുപൊടിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതായാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇളക്കി മിക്സ് ആയതിന് ശേഷം അത്യാവശ്യം നല്ല ചൂട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറേ അധികം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. ഇനി കൂടുതൽ മഴയൊക്കെ പെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ചക്കയുടെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ട് അതിന് ഇത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലായിടത്തും ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണെന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. തുള്ളിക്കൊരു കുടം എന്ന് പറഞ്ഞ പോലെ പെട്ടെന്നാണ് വലിയൊരു മഴ അങ്ങനെ പൊട്ടിച്ചാടിയതല്ലേ. വേറെ ആളഭയം കാര്യങ്ങളും അതുപോലെ തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. 2 വർഷം നമുക്കിങ്ങനെ വെള്ളവും മഴയും നിൽക്കാതെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അനുഭവമായിരുന്നു അതല്ലേ. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ രാവിലെ കുറച്ച് കുക്കിങ് ഞാൻ എപ്പോഴും പണി ചെയ്യാണോന്നും പിന്നെ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഒരിക്കലും അല്ല കേട്ടോ, ഞാൻ എപ്പോഴും അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ല. ഞാൻ അത്യാവശ്യം റെസ്റ്റ് എടുക്കും. ഞാനിങ്ങനെ പണ്ടൊക്കെ ഓരോന്നൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ എഴുതുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ എഴുതിയിടാറുണ്ട്. കാണാറില്ല, എല്ലാവർക്കും അങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണിക്കാറില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചാനലിലൊക്കെ കയറിയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ ഞാൻ പണ്ടൊക്കെ എഴുതിയിട്ടുള്ള ഓരോന്നൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഹോബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ സിനിമ കാണുന്ന അതേ ക്രേസോടും അതേ ഇൻട്രസ്റ്റോടും കൂടി കാണുന്ന ഞാനൊരു ചാനലാണ് ലൈഫ് സ്റ്റൈൽ വിത്ത് ഷെബി എന്ന് പറയുന്ന ചാനൽ. എൻ്റെ പൊന്നെ കൊതിയാവും അവളുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ പണ്ടത്തെ പത്മരാജൻ്റെ സിനിമയിലൊക്കെ ശോഭന, അതുപോലെ തന്നെ മണിച്ചിത്രത്താഴിലെ ശോഭനേനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ സാരിയൊക്കെ എടുത്ത് അവളുടെ വീടിൻ്റെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും കുക്ക് ചെയ്യണതും ആ പ്രകൃതി ഭംഗിയും ആ നടുമുറ്റും എന്ത് രസമാണ്. ഷോർട്സുകൾ പോലും 1 മിനിറ്റിന് താഴെയുള്ള ഷോർട്സ് പോലും എന്ത് ക്രിയേറ്റിവിറ്റിയിലാണ് അവൾ ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ചാനൽ? ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞാൻ വെറുതെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് വെറുതെ പറയില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അത്ര അടിപൊളിയായിട്ടുള്ളൊരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് ഒന്ന് കണ്ടു നോക്കുമെന്ന് സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ചാനലൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതുപോലെ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളും അതുപോലെ അതൊരു പ്രൊഫഷണൽ ടച്ചിലാണ് ആൾ ചെയ്തിരിക്കുന്നത്. ഒരു ചായ ഉണ്ടാക്കുന്നതും ചായ കുടിക്കുന്നതും വരെ ആ സിനിമാറ്റിക് ആയിട്ടാണ് ആളുടെ എന്താ പറയുക ആ ഒരു വീഡിയോഗ്രാഫി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ട് നോക്കുക. കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ശരിക്കും പണ്ടത്തെ 80കളിലെ 90കളിലെ ശോഭനയുടെ ഒരു നടത്തോ ഒരു മാനറിസോ ഒരു സാരിയുടെ സ്റ്റൈലോ എന്തൊക്കെയോ ഉണ്ട് അതിൽ. അപ്പോൾ നമ്മുടെ ചക്ക ഉപ്പേരി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് വെന്തിട്ടുണ്ട്. അത് നമ്മളങ്ങ് മാറ്റി വയ്ക്കുകയാണ്. അതിലത്തെ വെള്ളം കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതും ആ ചക്ക അങ്ങ് വലിച്ചെടുത്തു. പിന്നെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കണം. ഉപ്പൊക്കെ ഇതിൽ പാകത്തിനാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മറിക്കുക. അപ്പോൾ ഞാൻ തീ നല്ലോണം സിമ്മിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് അടിവശം നമ്മൾ ഇങ്ങനെ ചൂടത്ത് കിടന്നാൽ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ തീ വളരെ താത്തിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഈ ചക്കയുടെ ഉപ്പേരി ഈ പറഞ്ഞ പോലെ തന്നെ കട്ടൻ ചായയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കട്ടൻ ചായ, കട്ടൻ കാപ്പി അങ്ങനത്തെ സംഭവങ്ങൾ, അത്യാവശ്യം ചൂടും എരിവും ഉള്ള ഉപ്പേരി, അതൊക്കെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ചക്ക പിന്നെ കൂടുതൽ ആൾക്കാർക്ക് പ്രിയം എന്ന് പറയുന്നത് അതൊരു കുറച്ച് സീസണിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള എല്ലാ സമയത്തും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടും കൂടിയായിരിക്കും അല്ലേ. ഈ ചക്കക്കുരു അതുപോലെ തന്നെ ഇലക്കറികളും കൂടി വെക്കണത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാനും വിചാരിച്ചു ഇതിൻ്റെ ചക്കക്കുരു കണ്ടു വളരെ ചെറുതാണ്. ഞാനിത് അതിൻ്റെ തൊലി കളഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ സ്കിന്നൊന്നും ആ മെറൂൺ കളറൊന്നും ആയിട്ടില്ല. ശരിക്കും അതിൻ്റെ സ്കിന്നിലുള്ള മെറൂൺ കളറൊന്നും കളയരുതെന്നാണ് പറയുന്നത്. അത് നല്ലതാത്രേ. അതും നമ്മുടെ മുരിങ്ങയുടെ ഇലയും കൂടിയിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ മുരിങ്ങയുടെ ഇലയൊക്കെ നമ്മൾ ഈ മഴ സമയമൊക്കെ ആകുമ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ചെറുതാക്കുക. കാര്യം കുറേ ഉയരങ്ങ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതെവിടെയെങ്കിലും തല്ലിയലച്ച് വീണാലൊക്കെ എന്തെങ്കിലും പ്രശ്നമാണ്. അതുമാത്രമല്ല അതിങ്ങനെ വെട്ടി നിർത്തുമ്പോൾ നിറയെ പുതിയ തളിരിലകളും ഉണ്ടായിരിക്കും കേട്ടോ. പലരും എന്നോട് ചോദിക്കാറുള്ളൊരു ഡൗട്ടാണ്, ചേച്ചി ഇപ്പോൾ റേഷൻ കടയിൽ മണ്ണെണ്ണയൊന്നും കിട്ടാനില്ല, അപ്പോൾ ചേച്ചി എങ്ങനെ തീ പിടിപ്പിക്കുന്നതെന്നൊന്ന് കാണിക്കുമോ എന്നൊക്കെ.
അപ്പോൾ നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടല്ല തീ പിടിപ്പിക്കാറുള്ളത്. ഞാൻ വെറുതെ തലേദിവസം കുറച്ച് വിറകും പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പിറ്റേ ദിവസം കത്തിക്കാറ്. പക്ഷെ അതിന് പോലും സമയമില്ലാത്തവർക്ക് നമുക്ക് ചകിരി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു തിരി വെച്ച് നമ്മളിങ്ങനെ വിളക്കുന്നൊക്കെ ഒഴിവാക്കണ തിരിയൊക്കെ ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ വെറുതെ നമ്മളങ്ങനെ വിളക്ക് കൊളുത്താത്ത എല്ലാ കർഷകരും വിളക്ക് കൊളുത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് അങ്ങനെ ഒരു തിരി വെച്ച് കൊടുത്തിട്ട് അതിൽ ഒരു ചകിരി വെച്ച് മൂടി വയ്ക്കുക. അതിൻ്റെ ആ ഗ്യാപ്പിലേക്ക് ഒരു വിറകും കൂടി വെച്ച് കൊടുത്താൽ അടിപൊളിയായിട്ട് കത്തുട്ടാ. ഞാൻ ഈ കൂർക്ക കട്ട് ചെയ്ത് ശരിയാക്കി വെച്ചിട്ടുള്ള ആ ക്ലിപ്പ് ഇതിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ശരിക്കും നമ്മൾ കൂർക്ക പോലെയാണ് തോന്നുന്നത്, സോറി ചക്കക്കുരുവാണ്. അതൊരു 3 പീസാക്കിയിട്ട് വട്ടനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടോ അങ്ങനെ തീ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഉഷാറായിട്ട് തീ കത്തി പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സ്ട്രാ വിറക് അങ്ങ് വെച്ച് കൊടുത്താൽ അതിലേക്കും അങ്ങ് പിടിച്ചോളും. അങ്ങനെ എളുപ്പമാണ് തീ പിടിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ആ അടുപ്പിൻ്റെ കേസിൽ. അപ്പോൾ ഇതിന് നമ്മളൊക്കെ ഇതൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനൊരു അരപ്പ് തയ്യാറാക്കണം. നമുക്ക് 3 പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ ജീരകവും നാളികേരം കൂടി ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചക്കക്കുരുവിന് കുറച്ച് ഒരു വേവുണ്ടല്ലോ, ഇത് പക്ഷേ അത്രയ്ക്ക് പോലും വേവില്ല. എന്നാലും അതൊന്ന് വെന്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടഞ്ഞ് കിട്ടുമ്പോഴാണ് ആ കറിയിലേക്ക്, നമ്മളിതിൽ വേറെ പരിപ്പ് അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കറിക്ക് കൊഴുപ്പ് കൊടുക്കുന്നത് ഈ ഒരു ചക്കക്കുരുവിൻ്റെ കുറച്ചൊരു ഗ്രേവിയാണ്. വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഇത് വല്ല കയ്യിലിൻ്റെ ബാക്ക് വെച്ചിട്ടെങ്ങാനും ഒന്ന് ഉടച്ച് കൊടുക്കാം. പക്ഷേ ഇതങ്ങനെ വെണ്ണ പോലെ വെന്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് തൊടുമ്പോൾ തന്നെ ഇതിങ്ങനെ അലുത്ത് പോവുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഉടച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാത്രം അങ്ങ് മാറ്റി വെച്ചു, ചക്കക്കുരു വേവിച്ചത് അങ്ങ് മാറ്റി വെച്ചിട്ട് ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങയുടെ ഇല നന്നായിട്ട് കഴുകി കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ഇല ഉതിർത്തിയെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് മൂപ്പിക്കുകയാണ്. അതിലേക്ക് 2-3 ഉണക്കമുളക് നടുമുറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പരിപ്പോ അല്ലെങ്കിൽ ചക്കക്കുരു ഇങ്ങനെ വേവിച്ചതിലേക്ക് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കല്ലേ പതിവ്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളി താളിച്ചതിലേക്കാണ് നമ്മൾ മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തോരൻ വയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് അതിലിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തീയെന്ന് പറയാനായിട്ട് കണ്ടമാനം തീയില്ല, കാരണം നേരത്തെ കത്തിയതിൻ്റെ ആ കനലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉള്ള. പക്ഷേ ഇനി ഞാൻ കൂടുതൽ തീ കത്തിക്കണില്ല, കാരണം ഇത് അധികം നേരിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അധികം നേരം അടുപ്പിലിട്ടിട്ട് വെക്കേണ്ട യാതൊരു ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ തീയൊന്നും കത്തിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കാം. സോറി, മഞ്ഞൾപ്പൊടിയുടെ കാര്യം വിട്ടുപോയി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് ഈ മുരിങ്ങയിലേക്ക് തോരൻ മെഴുക്കുവരട്ടി വയ്ക്കുമല്ലോ, തോരൻ വയ്ക്കുമല്ലോ, ആ ഒരു ടൈപ്പിൽ വാടി നല്ലൊരു മണം വന്നു തുടങ്ങും. അപ്പോൾ അത് ഓൾമോസ്റ്റ് കുക്കായി എന്ന് തന്നെ പറയാം. കുറച്ചൊരു വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാട്ടോ. അപ്പോൾ അങ്ങനൊരു വെന്തിട്ടുണ്ട്. ഇനി ഓവറായിട്ട് ഇതിട്ട് വേവിക്കരുത്, അരപ്പ് ചേർത്തിട്ടും കൂടുതലായിട്ട് വേവിക്കരുത്. അവിടെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത്. അതായത് അരപ്പ് ചേർത്ത് കുറേ നേരം തിളച്ചാലും ഈ മുരിങ്ങയുടെ ഇല ചേർത്ത് കുറേ നേരം തിളച്ചാലും അതിൻ്റെ ടേസ്റ്റ് മാറും. നമ്മളിങ്ങനെ വഴറ്റി അത് കുക്കായിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സായി ജസ്റ്റ് ചൂട് കയറേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വേറെ ഇതിലേക്ക് താളിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഉള്ളി മൂപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ചൂടിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ കറിയുടെ ഗ്രേവിയും അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയുടെ ടേസ്റ്റ് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പിടിച്ച് നല്ല കറക്റ്റായിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് മുളക് കാര്യങ്ങളൊക്കെ ഇല്ലേ നോക്കാം. അതുപോലെ എരിവിന് നമ്മൾ ഈ അരപ്പിലും പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരപ്പ് ചേർക്കുമ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള എരിവ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മിക്സിയുടെ ജാറ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിൽ ചേർത്തേക്കുന്നത് ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കറി ഒന്നുകൂടി കുറുകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കൂടിപ്പോയോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി വേണമെങ്കിൽ കാച്ചാം തുടക്കത്തിൽ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഓടി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.